ജെയിംസ് ബോണ്ടിൻ ഡിറ്റോ എന്നുള്ള സോങ്ങാണ് ലാസ്റ്റ് ഷൂട്ട് ചെയ്യുന്നത്. അതിനെ തൊട്ട് മുമ്പ് ചിലമ്പലിക്കാറ്റ്, അതിനെ തൊട്ട് എഡിറ്റിങ്ങിന്റെ ഭാഗമായിട്ട് മോശമായി പോയെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആ എഡിറ്റിംഗ് ആണ് ബോറായ ആ സിനിമയുടെ എന്ന് പറഞ്ഞൊരു വേദന എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഒരു ദിവസം എത്ര മണിക്കൂർ ഉറങ്ങും? നമ്മൾ മലയാള സിനിമയിൽ എല്ലാവരെയും എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ലാലേട്ടൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പിന്നെ ഇപ്പൊ വിൻസി ഓഫ് കോഴ്സ് വിൻസി ഇടക്കാലത്ത് സുബൈർ എന്നെ ഡൈവേഴ്സ് ചെയ്തിട്ട് പോയായിരുന്നു. രാജമാണിക്യം ചെയ്യുമ്പോൾ ശരിക്കും തട്ടത്തിന്മാരെ തൊട്ട് എല്ലാ പടത്തിലും തന്നെ ഞങ്ങൾ ഏറ്റവും ഇപ്പം കുറെ സംവിധായകരുടെ കൂടെ ഉണ്ടെന്നുള്ളൂ, നമുക്ക് ഏറ്റവും കംഫർട്ടായി തോന്നിയേക്കണം ആരായിരിക്കും? എല്ലാവരും ആയിരിക്കും, ഞാൻ അങ്ങനെ പറയാൻ വേണ്ടി പറഞ്ഞതല്ല, എങ്കിലും നമുക്കൊരാളുണ്ടല്ലോ ഏറ്റവും നമുക്ക് എഡിറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ടേബിളിൽ. എനിക്ക് അങ്ങനെ ആരും കംഫർട്ടല്ലാതെ തോന്നിയിട്ടില്ല. ഇല്ല. ഇപ്പം എല്ലാവരും പേടിക്കുന്ന ഭയങ്കര ടഫായിരിക്കും എന്ന് പറയുന്ന 2 ഡയറക്ടർമാരുടെ കൂടെ ഞാൻ വർക്ക് ചെയ്തിരുന്നു. പക്ഷെ എനിക്ക് അവരുടെ കൂടെയുള്ള വർക്ക് ജോഷ് സാറും ഭദ്രൻ സാറും. പക്ഷെ എനിക്ക് മറ്റൊരു ഡയറക്ടേഴ്സിനോട് വർക്ക് ചെയ്ത മാതിരി തന്നെയുള്ള അനുഭവം ഉണ്ടായുള്ളൂ. ഞാൻ എൻ്റെ രീതിയിൽ വർക്ക് ചെയ്തു. ഈ എഡിറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഒരു ഇടപെടൽ ഉണ്ടാവുമല്ലോ, ഡയറക്ടറിന്റെ ഇടപെടൽ ഉണ്ടാവുമല്ലോ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇല്ല. ഞാൻ പിന്നെ എപ്പോഴും എഡിറ്റ് ചെയ്തതിന് ശേഷം ഡയറക്ടേഴ്സിനെ കാണിച്ചു കൊടുക്കാറേ ഉള്ളൂ. അങ്ങനെയാണ്. അതെ. അപ്പൊ അവർക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാം, അതിന് നമുക്ക് ആക്സെപ്റ്റബിൾ ആണ്, തീർച്ചയായിട്ടും ചെയ്യും. ഈ സ്ക്രിപ്റ്റ് നോക്കുമോ? സ്ക്രിപ്റ്റ് നേരത്തെ വായിക്കാൻ തന്നാൽ എനിക്ക് സന്തോഷമാണ്. പക്ഷെ ചിലപ്പോൾ തരും, ചിലരൊന്നും തരില്ല. കിട്ടിയാൽ എനിക്ക് സന്തോഷം തന്നെയാണ്. പക്ഷെ ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ നേരത്തെ സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് നന്നായിരിക്കും. നമുക്ക് പലതും ചിലപ്പോൾ അവർ എഴുതിയതിൽ ചിലത് വേണ്ടാത്ത സീൻസുകളുണ്ടാവും. നമുക്ക് ഷൂട്ട് ചെയ്തിട്ട് വെറുതെ എന്തിനാ അത് കട്ട് ചെയ്ത് കളയുന്നത്, അതിന് മേലെ ഷൂട്ട് ചെയ്യേണ്ടിരുന്ന പോരെ. ഇപ്പൊ CID മ്യൂസിയൊക്കെ 6 മണിക്കൂർ ഉണ്ടായിരുന്നു ഫൈനൽ എഡിറ്റ് കഴിയുമ്പോൾ. 6 മണിക്കൂർ? അതെ. അതിനെയാണ് ഈ 3 മണിക്കൂർ ആക്കിയത്. അപ്പൊ എന്തോരം സീൻസ് കളഞ്ഞിട്ടുണ്ടാവും. 6 മണിക്കൂറാണ് അത് 3 മണിക്കൂർ ആയിരിക്കുന്നത്. അപ്പൊ എത്ര ടൈം, എത്ര പ്രാവശ്യം കണ്ട് അതൊന്ന് യോജിപ്പിച്ചെടുക്കണമെങ്കിൽ അല്ലേ സമയമുണ്ടോ? എൻ്റെ ലാസ്റ്റ് അതിൻ്റെ ഷൂട്ടിംഗ് പാക്കപ്പ് ആകുന്നത് ജൂലൈ 2-ാം തീയതി വെളുപ്പിന് 4:30 മണിക്കാണ്. ജൂലൈ 4-ാം തീയതി പടം റിലീസാണ്. ജെയിംസ് ബോണ്ടിൻ ഡിറ്റോ എന്നുള്ള സോങ്ങാണ് ലാസ്റ്റ് ഷൂട്ട് ചെയ്യുന്നത്. അതിനെ തൊട്ട് മുമ്പ് ചിലമ്പലിക്കാറ്റ്, അതിനെ തൊട്ട് ഹിന്ദി സോങ്. ഇതെല്ലാം നോൺ സ്റ്റോപ്പ് ഷൂട്ടിംഗ് ആയിരുന്നു നടന്നുകൊണ്ടിരിക്കുന്നത്, വിത്തൗട്ട് ബ്രേക്ക്. അതിൻ്റെ എഡിറ്റിംഗ് ഓൾസോ സൈമൾട്ടേനിയസ് എഡിറ്റിംഗ് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ടൈമിൽ. അത് ഭയങ്കര ടാസ്ക് ആയിരുന്നല്ലോ. ടാസ്ക് തന്നെയായിരുന്നു, ചിന്തിക്കാൻ പറ്റുന്നില്ല. ഇനി അങ്ങനെ ഒരു വർക്കിനെ കുറിച്ച് എനിക്ക് ഇവര് CID മ്യൂസ് സെക്കൻഡ് പാർട്ട് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പേടിയാണ്. അയ്യോ, അത് ഭയപ്പെടേണ്ട സംഭവം തന്നെയല്ലേ. പക്ഷെ ഇനിയൊക്കെ എടുക്കുമ്പോ അത് മാറും. അയ്യോ, ഒരു ഭീകരമായിരുന്നു അത്. സാലു ജോർജ് എൻ്റെ ക്യാമറമാൻ ജോണിയോട് എനിക്ക് ചോദിച്ചു ഒരു ദിവസം പറഞ്ഞു, ജോണി എങ്ങനെ പുള്ളി ഈ ടെൻഷനെല്ലാം സഹിക്കുന്നു, മാനേജ് ചെയ്യുന്നു? ജോണി എനിക്കറിയില്ല സാലേട്ടാ, ദൈവം പുള്ളിക്ക് അതിനുള്ള ശക്തി കൊടുക്കുന്നുണ്ടാവുമായിരിക്കും. അതായത് അവിടെ എഡിറ്റിങ്ങിൽ അന്ന് ചെന്നൈയിലാണ്. അപ്പോൾ എൻ്റെ റൂമിൽ മാത്രം വേറെ ആരുമില്ല, ഞാനുണ്ട്, പിന്നെ ഇടയ്ക്ക് ജോണി വന്നിരിക്കാല്ലോ, ഉദയനോ സിബിയോ അവരെ വന്ന അത്രേ ഉള്ളൂ. പക്ഷെ പുറമേ ദിലീപ്, അനൂപ്, ഇങ്ങനെ മൊത്തം ടീമിൽ പുറത്തുണ്ടാവും, പുറത്തെ റൂമുകളിലല്ലേ. എൻ്റെ റൂമിലേക്ക് വരില്ലായിരുന്നു. പക്ഷേ അയ്യോ, ഒരു പോരാതിന് അന്ന് ഒന്നാമത് ഇപ്പോഴത്തെ മാതിരി സോഫ്റ്റ്വെയർസ് അഡ്വാൻസ്ഡ് ആവുന്നില്ലല്ലോ. അന്ന് FCPയിലാണ് വർക്ക് ചെയ്യുന്നത്. FCPയുടെ ഏറ്റവും വലിയ ഡ്രോബാക്ക് നമ്മൾ ടൈം ലൈനിൽ, ഞാനപ്പോൾ എഡിറ്റിങ് തുടങ്ങി, ഞാൻ ആവിഡിൽ പഠിച്ചെങ്കിലും അപ്പോൾ സ്വന്തമായിട്ടൊരു സ്യൂട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വന്നവരാണ്. അപ്പം എവിടെയാരും ഒരിക്കലും അവരെ വിട്ടു പോരുമെന്ന് പറഞ്ഞു. അവർ മാക്സിമം ഡിസ്കൗണ്ട് സിസ്റ്റം തരാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്നാൽ പോലും അവരുടെ പറയുന്ന ബഡ്ജറ്റ് എന്നെ കൊണ്ട് കൊടുക്കാൻ പറ്റും. ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ പണിയെടുത്താൽ ഇത്രയും പൈസ ഉണ്ടാക്കി തരാൻ പറ്റില്ല. അപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട്, ഒരു വീഡിയോ എഡിറ്റർ പറഞ്ഞു, രഞ്ജ ഇങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അങ്ങനെ FCP അത് കണ്ടപ്പോൾ കൊള്ളാം, കറക്റ്റാണ് ഫിലിം വർക്ക് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു സിസ്റ്റം സ്വന്തമാക്കി. പക്ഷെ അന്നും നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയി അതിന്. അപ്പോൾ FCP ഡ്രോ ചെയ്യുന്ന ടൈം ലൈനിൽ ഈ എഫക്ട്സുകളാണ് കണ്ടുപോകാനുണ്ടല്ലോ CID മ്യൂസിൽ.
ഒരു എഡിറ്റ് നടന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് റെൻഡറിങ്ങും പോകും, വീണ്ടും നമ്മൾ റീ റെൻഡർ ചെയ്യണം ടൈം ടൈം പ്ലേ ചെയ്യണമെങ്കിൽ. അത്ര ഹെറ്റിക്കരുത് അന്നത്തെ ഒരു സ്ഥിതി. അപ്പോൾ അതിൻ്റെ വിഷ്വൽ എഫക്ട്സ് ചെയ്ത് കമലക്കണ്ണൻ, ഇന്ത്യൻ ആർട്സ്, ഈ ബാഹുബലിയുടെ ഒക്കെ വിഷ്വൽ എഫക്ട്സ് സൂപ്പർവൈസർ കമലക്കണ്ണനാണ്. അപ്പം കമലക്കണ്ണൻ അപ്പം ജോണിയോട് പറഞ്ഞ്, ജോണി രഞ്ജൻ എന്ത് സ്ട്രെയിൻ ചെയ്യുന്നുണ്ടെന്ന് അറിയാമോ, എന്ത് സ്ട്രെയിൻ ചെയ്തിട്ടാണ് പടം തീർക്കണേന്ന് അറിയാമോ, ഉണ്ട് ഒന്നും മിണ്ടാണ്ടും പോകണ്ട. പക്ഷെ അതൊരു ഭയങ്കര ത്രില്ലിങ്. അല്ല രഞ്ജനേട്ടൻ ആ സിനിമ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഓർക്കുമ്പോൾ നിങ്ങൾ ചെയ്ത ആ സംഭവം നമുക്കിപ്പോ ഓർത്തു വരുവാണ്. പ്രേക്ഷകർ ഇത് കണ്ടു കഴിയുമ്പോ ഉണ്ടല്ലോ, ഈ ഒരു സംഭവം കേട്ട് കഴിയുമ്പോൾ ഭയങ്കര അത്ഭുതമായിരിക്കും. സെക്കൻഡ് പാർട്ട് പേടിക്കുന്ന കൂടെ പറയുമ്പോ അതിലും വലിയ അത്ഭുതമായിരിക്കും. അല്ല ഏറ്റവും എനിക്ക് തോന്നിയ 2-ാം തീയതി ഷൂട്ട് ചെയ്യുന്നു, 4-ാം തീയതി റിലീസ്. എന്റെ അമ്മോ, ചിന്തിക്കാൻ പറ്റുമോ? അയ്യോ, അതൊരു ഭയങ്കര തന്നെയായിരുന്നു. അത്രയും റിസ്ക് എടുത്ത് ചെയ്ത വേറെ സിനിമ ആണല്ലോ അല്ലേ? ഉണ്ടാവില്ല അല്ലേ? ഇപ്പൊ ഈ സ്പോട്ട് എഡിറ്റിംഗ് വന്നിട്ടുണ്ടല്ലോ, അന്നൊന്നും സ്പോട്ട് എഡിറ്റിംഗ് ഇല്ലല്ലോ. ഈ സ്പോട്ട് എഡിറ്റിംഗ് വന്ന് നമുക്ക് വരുമ്പോൾ നമുക്ക് കൂടുതലും ഗുണം ചെയ്യാറുണ്ടോ? എനിക്കതിനകത്ത് അഡ്വാൻറ്റേജ് ഒന്നും തോന്നില്ല. ഞാനത് സ്പോട്ട് എഡിറ്റിംഗ് ഫോളോ ചെയ്യാറില്ല. കാരണം എനിക്ക് എൻ്റെ മനസ്സിൽ ഓരോ കഥ അറിയാതെ ചെയ്യുന്ന സമയത്ത് ഒരു പ്രീ ജഡ്ജ്മെന്റിൽ ഞാൻ വർക്ക് ചെയ്യാതിരിക്കാറില്ല. ഒരു സീനിന്റെ റഷ് കണ്ടു അങ്ങ് എഡിറ്റ് ചെയ്ത് പോകുന്നു. ആ ഒരു സീൻ ആ ഒരു കഥയ്ക്കനുസരിച്ച് ഓരോ സീനും ഓരോ കഥയായിട്ടായിരിക്കും അന്നേരം ചെയ്യുക. കഴിഞ്ഞ് ദെൻ ടോട്ടൽ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ പടം കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഷേപ്പിംഗ് വരിക. അത് കഴിഞ്ഞ് ഡബ്ബിങ്ങിന് വിട്ട് കഴിഞ്ഞാലും ഡബ്ബിങ് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഒരു 10-20 ദിവസം കഴിഞ്ഞിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് ഞാൻ ആ പടം ഫൈനൽ എഡിറ്റിന് ഇരിക്കുമ്പോഴേക്കും ആക്ച്വലി ഞാൻ ആ പടത്തിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് വേറെ വർക്ക് ചെയ്തതൊക്കെ ആയിരിക്കും ഞാൻ വളരെ ഫ്രഷ് ആയിട്ടായിരിക്കും പിന്നെ ആ പടം കാണുന്നത്. ഇപ്പൊ സ്വാഭാവികമായിട്ടും പിന്നെ ആ പടത്തിന്റെ എഡിറ്റിങ്ങിന് മൊത്തം ഒരു മാറ്റം ഉണ്ടാവും. അപ്പം അതിന് മുമ്പുള്ള താളൊന്നും ആയിരിക്കില്ല പിന്നീട് ഉണ്ടാവും ഫൈനൽ എഡിറ്റ് കഴിയുമ്പോൾ. പിന്നെ ഇപ്പൊ ഞാൻ പറയുന്നത് സ്പോട്ട് എഡിറ്റിങ്ങിൽ കൂടെ വേണമെങ്കിൽ എനിക്കൊരു ഹെൽപ്ഫുൾ ആകാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഫൈറ്റ് മാസ്റ്റേഴ്സ് മുമ്പൊക്കെ ഫൈറ്റ് ഓർഡർ ചെയ്യാനൊക്കെ എഡിറ്റിൽ വരുമായിരുന്നു. ഇപ്പോൾ ഒന്നും ആരും വരാറില്ല. അപ്പോൾ അത് സ്പോട്ട് ചെയ്യുന്ന അവർ ഓർഡർ ചെയ്ത് തന്നു കഴിഞ്ഞാൽ ഓക്കെ, എനിക്ക് ഈസി ആയിരിക്കും. അപ്പോൾ റഷോ മറ്റേ ഫൈറ്റിൻ്റെ ഒരു ഓർഡർ തന്നെത്താൻ കണ്ടുപിടിച്ചൊക്കെ ചെയ്ത് വരാൻ ഉള്ള സ്ട്രെയിൻ ഒഴിവാക്കി കിട്ടും. ദെൻ അതുപോലെ കോറിയോഗ്രാഫിക് സോങ്സ് ആണെങ്കിൽ അതർവൈസ് ഞാൻ ഒരിക്കലും എനിക്ക് യൂസ്ഫുൾ ആയിട്ട് കണ്ടിട്ടില്ല ഇതുവരെ. അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലേ. ഈ പണ്ടൊക്കെ ഫൈറ്റ് മാസ്റ്റർ വന്ന് നമ്മുടെ എഡിറ്റിംഗ് ടേബിൾ വന്ന് ഓർഡർ ചെയ്ത് തരുമായിരുന്നു. അപ്പൊ അവരൊന്ന് ഷൂട്ട് ചെയ്യുന്ന കറക്റ്റ് ഓർഡറിലായിരുന്നിരിക്കില്ലല്ലോ. പിന്നെ നമ്മള് തന്നെത്താൻ അതിനൊരു ഓർഡർ കണ്ടുപിടിക്കാന്നുള്ളതൊരു ഈ ഫൈറ്റ് എഡിറ്റ് ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധ വേണമല്ലോ അല്ലേ? തീർച്ചയായിട്ടും. അതിന്റെ ഒരു ടൈമിങ് ഭയങ്കര സ്ട്രെയിനാണ്. ഇപ്പോൾ ഓരോ ഫൈറ്റ് മാസ്റ്റേഴ്സിനും അവരുടേതായ ഒരു സ്റ്റൈലി ഉണ്ടാവും. സൂപ്പർ സുബ്രയാനൊക്കെ ആണെങ്കിൽ ഓരോ ഷോട്ട് മാക്സിമം 8 ഫ്രെയിമേ ഉണ്ടാവുള്ളൂ. അതിൽ കൂടുതൽ ഡ്യൂറേഷൻ ഉണ്ടാവില്ല. അദ്ദേഹമൊക്കെ മിക്കവാറും 4 ക്യാമറ വെച്ചായിരിക്കും ഷോട്ട് എടുക്കുന്നുണ്ട്. 4 ക്യാമറയും പിടിക്കണം നമ്മള്. അതെ. അങ്ങനെ ഈ ഫൈറ്റ് ഏറ്റവും റിസ്ക് എടുത്ത ഫൈറ്റ് ഏതായിരുന്നു എഡിറ്റിംഗിൽ? നരനിലെ ഫൈറ്റ്സ് ഭയങ്കര ടഫ് ഫൈറ്റ്സ് അല്ലേ? അത് ഇപ്പം സുബ്രഹ്മാഷിൻ്റെ അടുക്കെ ഞാൻ ആദ്യമേ തൊട്ട് ഇങ്ങനെ ഓരോ ഫൈറ്റ് വരുമ്പോൾ ഒന്ന് വരാൻ പറഞ്ഞ് പുള്ളി അദ്ദേഹം വരുന്നേ ഇല്ല, ഇങ്ങനെ ലേറ്റായി പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അന്ന് കാർത്തിക് എന്നൊരു മാനേജറാണ് ചെന്നൈയിൽ. അപ്പോൾ പുള്ളിയും പറഞ്ഞ മാസ്റ്റർ എടുത്ത് സാർ അവർ കുടുംബം ഒന്ന് പോയില്ലെങ്കിൽ അത് ലേറ്റാവും. അവസാനം അതേ ഒരു ദിവസം വന്ന് രാവിലെ വന്ന് ഉച്ചയായപ്പോഴേക്കും ഒരു 10 സെക്കൻഡാണ് ആകെ ഒരു ഫൈറ്റിന്റെ എഡിറ്റ് ചെയ്ത് കിട്ടിയുള്ളൂ. ഞാൻ പറഞ്ഞു മാസ്റ്റർ നമുക്കൊന്ന് ഓർഡർ ചെയ്തോ. ഇല്ലല്ലോ സാർ, നമുക്ക് എഡിറ്റ് പണി പോയില്ല എന്ന് പറഞ്ഞു. പക്ഷെ അതൊക്കെ എനിക്കറിയാം ഇറ്റ്സ് നോട്ട് ഈസി. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അദ്ദേഹം അത്രയും വലിയ മാസ്റ്ററാണ്. നമുക്ക് പക്ഷെ ഉച്ചയ്ക്ക് ഇപ്പം ലഞ്ച് ടൈമിൽ അവരവിടെ ഫുഡെല്ലാം ഓർഡർ ചെയ്ത് എഡിറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ പോയി കഴിച്ചോളാന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ പോയി. അപ്പം അവര് പല എന്തൊക്കെ പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നത് ഞാൻ കേട്ടിരുന്നു. അപ്പം ഞാൻ തിരിച്ചു വന്നപ്പോൾ അവരുടെ ആരും ഇല്ല. അപ്പം ഞാൻ കാർത്തികിനെ വിളിച്ചു ചോദിച്ചു. അപ്പം ഇല്ല ചേട്ടാ, അവര് ഏതോ ഷൂട്ടിങ്ങിന് പോയി 4-5 ദിവസം കഴിഞ്ഞ് വരാമെന്നാണ് പറഞ്ഞത്. കാർത്തിക് ആകെ പ്രോബ്ലം ആവുമല്ലോ. കാർത്തിക് ഞാൻ പറഞ്ഞു അവരോട്, മാസ്റ്റർ അത് ഭയങ്കര ബുദ്ധിമുട്ടാകും,
പക്ഷേ പിന്നെ ഞാൻ പറഞ്ഞു ശരി സാറില്ല ഇനി ഞാൻ പറഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറയും. പിന്നെ ആ പടത്തിലെ ഫൈറ്റ് മുഴുവൻ ഞാൻ തന്നെ എഡിറ്റ് തന്നെ തന്നെ ഇതല്ലേ ചെയ്തു. അയ്യോ അവരിരുന്നില്ല തന്നെ തന്നെ പിന്നെ ചെയ്യണം അതിന് വേണ്ടി വെയിറ്റ് ചെയ്താൽ എനിക്ക് ജോലി തീർക്കാൻ പറ്റില്ല. എനിക്ക് ആ കാര്യത്തിൽ അതുപോലെ ഏറ്റവും ഈ പീറ്റർ ഹൈൻ്റെ കൂടെ ഒരു ഫൈറ്റ് എഡിറ്റ് ചെയ്തിരുന്നു. ഓ പുള്ളി ഭയങ്കര രസം. അത് ഏത് സിനിമയുടെ ആയിരുന്നു അത് വെള്ളിത്തിര. വെള്ളിത്തിര അപ്പം അതേ മരുമയ്ക്ക് ഞാൻ ഓർഡർ ചെയ്തെല്ലാം വെച്ചിരുന്നു. ഉം. ഇപ്പം ഫൈറ്റർ പകുതി ആയപ്പോഴേ അത് ചോദിച്ചു എൻ്റെ പടത്തിൻ്റെ എല്ലാം ഫൈറ്റുകൾ എഡിറ്റ് ചെയ്ത് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പുള്ളി ചോദിച്ചു അല്ലേ? ഞാൻ പറഞ്ഞു ചെയ്തു തരാം, പക്ഷേ എനിക്ക് ഡേറ്റ്സ് നേരത്തെ പറയണം, ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. അതെ അന്ന് നമ്മളെല്ലാം ഓർഡർ ചെയ്ത് വെച്ചോക്കാണ്. പുള്ളി വിചാരിച്ചത് തന്നെ ഇവിടെ ചെയ്തു വെച്ചേക്കണ കണ്ടപ്പോ അല്ലേ? അതൊക്കെ ഒരു ഒരു വലിയൊരു സംഭവമാണ് കേട്ടോ. ഒക്കെ ഈ പറഞ്ഞതുപോലെ പല പല ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്ത് പോകുന്നതാണല്ലോ. താരങ്ങളാണെങ്കിലും ഇപ്പം ഗായകരാണെങ്കിലും എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്ത് പോകുന്നതാണല്ലോ. നമ്മുടെ ഒരു സിനിമ കണ്ടിട്ട് ഇപ്പം ഞാനൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റ്, പല ആർട്ടിസ്റ്റുകളും ഏറ്റവും കൂടുതൽ സംസാരിച്ചേക്കണ ആരായിരിക്കും? ഒരു ആർട്ടിസ്റ്റ് എഡിറ്റിംഗ് കഴിഞ്ഞിട്ട് അവരുടെ സിനിമ കണ്ടിട്ട് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞേക്കണ ആരായിരിക്കും? പൃഥ്വിരാജ്. പൃഥ്വിരാജ്. പൃഥ്വിരാജ് അതും പൃഥ്വിരാജ് അഭിനയിച്ച പടത്തെ കുറിച്ചല്ല, ആ തട്ടത്തി മറിയത്ത് കണ്ടിട്ട് എന്നെ വിളിച്ച് ആ ഒരു 10-15 മിനിറ്റ് നേരത്തോളം സംസാരിച്ച് ആ, ആ. രാജു പറഞ്ഞ് ചേട്ടാ ഗംഭീരമായിരിക്കുന്നു സിനിമ. പൃഥ്വിരാജിന്റെ പടം പോലും അല്ല. അല്ല, അതൊരു വലിയൊരു അല്ലെ, നമ്മൾ അങ്ങനെ വിളിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന സന്തോഷം അയ്യോ, വലുതല്ലേ. അത് ഭയങ്കരമാണ്. അങ്ങനെയുള്ള അതൊരു സന്തോഷം ചെറിയ ആർട്ടിസ്റ്റ് ആണെങ്കിൽ പോലും വിളിച്ചാൽ നമുക്ക് ഭയങ്കര തീർച്ചയായും സന്തോഷമാണ്. ഭയങ്കര സന്തോഷമാണ്. ആ വിളി നമ്മൾ ഒരിക്കലും മറക്കില്ല അല്ലെ. അതൊന്നും ഒരിക്കലും മറക്കില്ല. പൃഥ്വിരാജിന്റെ പടങ്ങൾ എത്ര എഡിറ്റ് ചെയ്തിട്ടുണ്ട്? പൃഥ്വിരാജിന്റെ തുടക്കത്തിലെ പടങ്ങളെല്ലാം ഇപ്പം നന്ദനമൊക്കെ ഞാനല്ലേ ചെയ്തത്. ആദ്യകാലത്ത് വർക്കും നന്ദനം, വർഗം, ക്ലാസ്മേറ്റ്സ് കുറെ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈവൻ പൃഥ്വിരാജ് ഒരു പടത്തിന് പ്രൊഡക്ഷൻ ടീം ശമ്പളം കുറവ് പറഞ്ഞതിന്റെ പേരിൽ ഞാൻ പൈസ കൊടുത്തോളാം, എന്നാലും നിങ്ങൾ പുള്ളി വെച്ചോന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു അല്ലേ? ഈവൻ രാജുവിന്റെ കൂടെയെല്ലാം വർക്ക് ചെയ്ത് ഇപ്പൊ ശരിക്കും സച്ചി ഹോസ്പിറ്റലിൽ ഇവിടെ അമല ഹോസ്പിറ്റൽ കിടക്കുന്ന നൈറ്റ് തന്നെ ഞങ്ങൾ അവസാനം ഞങ്ങൾ ഒരു ദിവസം സംസാരിച്ച് രാത്രി രാജു പറയും ചേട്ടാ ഇനി ഒന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല, സച്ചി പോയത് തന്നെയാണ്, ഇനി നമുക്കൊന്നും. പൃഥ്വി പറഞ്ഞു. പിന്നെ ഹൃദയം കഴിഞ്ഞിട്ട് അതുപോലെ സത്യേട്ടൻ അങ്ങനെ കുറെ പേര് വിളിച്ച്. ഈ വിനീതിന്റെ പടങ്ങള് വിനീതുമായിട്ട് ഭയങ്കര ഒരു ബന്ധത്തിലേക്കാണല്ലോ പോയിക്കൊണ്ടിരിക്കുക. വിനീതുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ഭയങ്കര രസമായിരിക്കുമോ? രസം എന്ന് പറഞ്ഞാൽ രസം തന്നെയാണ് തീർച്ചയായിട്ടും. നമുക്കൊരു ഭയങ്കര കറേജിയസ് ആണ് പുള്ളിയുടെ വർക്ക് ചെയ്യുമ്പോൾ. വിനീത് ഒന്നാമത് എഡിറ്റിന് ഒട്ടും വരില്ല. വിനീത് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഫൈനൽ എഡിറ്റേ കാണിക്കാവുള്ളൂ എന്നാണ്. കാര്യം നമുക്കതൊരു റെസ്പോൺസിബിലിറ്റി കൂടുതലാണെങ്കിൽ പോലും നമുക്കൊരു ആവേശമാണ്. അപ്പം ഞാൻ വിനീതിനോട് വർക്ക് ചെയ്യുമ്പോൾ തിര വർക്ക് ചെയ്യുമ്പോഴായിരുന്നു എനിക്ക് വിനീത് ഒരു 2 സീനെങ്കിലും ഒന്ന് കണ്ടിരുന്നെങ്കിലും എനിക്ക് ആഗ്രഹിച്ചു പോയത്. കാരണം അതിൻ്റെ ഒരു എഡിറ്റ് വേറൊരു പേസിലായിരുന്നു, മേക്കിംഗ് ഒരു സ്റ്റൈലായിരുന്നു. അപ്പം ഞാൻ വിനീതിനോട് പറഞ്ഞു, വിനീത് ഞാനൊരു 2 സീൻ അയച്ചായിട്ട് വിനീത് ഒന്ന് കാണുമെന്ന് ചോദിച്ചാൽ വേണ്ടല്ലോ, എന്നെ ഫൈനലല്ല എന്നെ കാണിക്കാൻ വേണ്ടെന്ന് പറഞ്ഞു. ഹൃദയം അങ്ങനെയാണ് ഫൈനലാണ്. അത് ഫൈനൽ മീൻസ് ബിഫോർ ഡബിങ് കാണും, എന്നാലും ഓൾമോസ്റ്റ് ഫൈനലാണ്. അങ്ങനെ കാണുള്ളൂ അല്ലേ? ഈ പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാ പ്രൊഡക്റ്റും നമ്മുടെ ഇഷ്ടമാണ്, മാറ്റമൊന്നുമില്ല. നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ വലുത് തന്നെയാണ്. എങ്കിലും ഒരു കുഞ്ഞിനോട് എപ്പോഴും ഒരു സ്നേഹം ഉണ്ടാവും. അങ്ങനെ ആവുമ്പോൾ ഈ സിനിമയുടെ ഏറ്റവും പ്രണയം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പല സംവിധായകർക്ക് വിളക്കുണ്ടോ പറയാതിരിക്കല്ലോ നല്ലത്. അത് ഈ നന്ദനമൊക്കെ കഴിഞ്ഞ സമയത്താന്ന് തോന്നുന്നു. അപ്പൊ എനിക്ക് രഞ്ജിത്തിനെ കണ്ടപ്പോ ലാൽ ജോസ് പറഞ്ഞു ഞാനാണ് ഇയാളെ കൊണ്ടുവന്ന് എഡിറ്റർ ആക്കിയത്, പക്ഷെ ഇയാൾക്ക് തന്നോടാണ് ഭയങ്കര പ്രേമം. രഞ്ജിത്തിനോട് പറഞ്ഞു. അത് ഏത് സിനിമയായിരുന്നു? നന്ദനം കഴിഞ്ഞതിന് ശേഷം തോന്നുന്നു. നന്ദനം കഴിഞ്ഞതിന് ശേഷം അല്ലേ? അപ്പൊ അങ്ങനെ പറയാതിരിക്കണം നല്ലത്. ഇപ്പൊ ഞാൻ ചോദിച്ച ചോദ്യത്തിലുള്ള മറുപടിയാണ്, അതുകൊണ്ട് അതിന്റെ മറുപടി എനിക്ക് വേണ്ട. മറുപടി പറയാതിരിക്കല്ലേ. നമുക്ക് എല്ലാ കുഞ്ഞുങ്ങളും ഒരുപോലെയാണ്, അതാണ് പറയാം. എങ്കിലും ചില കുഞ്ഞിനോട് ഇഷ്ടമുണ്ടെന്ന് വെച്ചാൽ അങ്ങനെ അപ്പൊ അതിന് കൃത്യമായിട്ട് മറുപടി വേറെ രീതിക്ക് എന്നോട് പറഞ്ഞു. എന്നിട്ട് ഈ സിനിമകള് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഒത്തിരി നമുക്ക് വിഷമം ഉണ്ടാവും. സിനിമയിൽ ഇറങ്ങി കഴിഞ്ഞ് പല അഭിപ്രായങ്ങൾ വരും അല്ലെ? അപ്പം നമ്മൾ എഡിറ്റിങ്ങിന്റെ ഭാഗമായിട്ട് മോശമായി പോയെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആ എഡിറ്റിംഗ് ആണ് ബോറായ സിനിമയുടെ.
എന്ന് പറഞ്ഞൊരു വേദന എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എനിക്കങ്ങനെ ഒരു കുറ്റബോധം എനിക്ക് തോന്നിയിട്ടില്ല എൻ്റെ മനസാക്ഷിക്ക്. ഉം. ഞാൻ എൻ്റെ മനസാക്ഷിക്ക് അനുസരിച്ച് ജോലി ചെയ്തിട്ടേ തോന്നിയിട്ടുള്ളൂ. ആകെ ഒരു പടത്തിന്റെ ഒരു ഡയറക്ടർ മാത്രം അങ്ങനെ പലരോടും പറഞ്ഞു. പടത്തിന്റെ ഓ. ഫെയിലിയറിന് പുള്ളി കണ്ട കാരണം പറയാൻ ഒരു കാരണം കണ്ടു. പക്ഷെ അതിനുള്ള കാരണം വേറെയാന്ന് എനിക്കറിയാം. ഉം, ഉം. അതുകൊണ്ട് കാര്യമില്ല. ഞാൻ അതുകൊണ്ട് അതെന്നെ ബാധിച്ചിട്ടുമില്ല. ഈവൻ ഞാൻ അടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന പടത്തിന്റെ പ്രൊഡ്യൂസറോട് തന്നെ പുള്ളി പറഞ്ഞു സൂക്ഷിക്കണം കേട്ടോ അവിടെ ചെല്ലുമെന്ന് പറഞ്ഞായിരുന്നു. ഉം, ഉം. പക്ഷേ ഏതായാലും ആ പടം സൂപ്പർ ഹിറ്റ് ആയിരുന്നു. അതുകൊണ്ട് പിന്നെ എനിക്ക് രണ്ടാമത്തെ അല്ല ഈ ആ പ്രൊഡ്യൂസറുടെ പടം സൂപ്പർ ഹിറ്റ് ആയത് ആഹാ. പിന്നെ എനിക്ക് പേടിക്കേണ്ടി വന്നില്ല. മേടിക്കേണ്ടി വന്നില്ല അല്ലേ? അല്ലാതെ എനിക്ക് അങ്ങനെ ഒരു അങ്ങനെ പ്രതിസന്ധി പറഞ്ഞവരും ഉണ്ടപ്പോ, ഒരാള് ആണെങ്കിലും ഉണ്ടല്ലോ, അതാണ് ഞാൻ ഉണ്ട്. ചോദിച്ചത്. ഉം. അങ്ങനെ ഉണ്ടല്ലോ പക്ഷെ നമ്മളിപ്പോ അത് പറഞ്ഞത് അതിന് വർക്കിന്റെ പേരിലല്ലാന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഉം. അത് വേറെ നമ്മുടെ തലയിലേക്ക് വെക്കാൻ നോക്കി. അത്രേ ഉള്ളൂ. നമ്മളിപ്പോ സദ്യ കഴിക്കാൻ വേണ്ടി എന്തെങ്കിലും കുറ്റം പറയുന്ന പോലെ ആണെന്നുള്ള രീതിക്ക് ഞാൻ അപ്പൊ ചോദിച്ചാണ്. അതില് വലിയ കാര്യമൊന്നും കാണുന്നില്ല. എന്തായാലും മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്നത്രയും സിൻസിയർ ആയിട്ടാണ് ഞാൻ ഓരോ വർക്കും ചെയ്യാറ്. ഒരു ദിവസം എത്ര മണിക്കൂർ ഉറങ്ങും? കുറവാ. കുറവല്ലേ? കൂടുതൽ സമയം രാത്രി ഇരുന്നാണോ വർക്ക് ചെയ്യുന്നത്? രാത്രി അധികം വർക്ക് ചെയ്യാറില്ല. ഞാൻ ഏർലി മോർണിംഗ് എണീക്കും. ആ. രാത്രി ഒരു 10 മണിക്ക് ശേഷം ഞാൻ മിക്കവാറും കിടക്കും. പക്ഷെ വെളുപ്പിനെ ഒരു 3:30 എഴുന്നേൽക്കും. അപ്പം സമയം കുറവാണല്ലോ. ഉം. അപ്പോൾ ഈ ഉറങ്ങുമ്പോഴും നമ്മുടെ പിന്നെ ചിന്ത പകലൊക്കെ ഇടയ്ക്ക് കുറച്ച് സമയമൊക്കെ ഉറങ്ങും. ചിലപ്പോൾ ഒരു 10 ഞാൻ ഭയങ്കര ഫാസ്റ്റ് ചാർജറാണ്. അതുകൊണ്ട് 10 മിനിറ്റ് കിടന്നാലും ചാർജ് ആവും. ചാർജ് ആവും. ഏത് ടൈമാ വർക്കിംഗ്? ഇപ്പൊ രാവിലെ തൊട്ട് വൈകുന്നേരമുണ്ട്. നമുക്കൊരു സമയമുണ്ടല്ലോ വർക്കിങ്ങിന്. നമുക്ക് ഭയങ്കര ഒരു സമയം. നമുക്ക് ചിലപ്പോൾ കുട്ടികൾക്ക് പഠിക്കാൻ പുലർച്ചെ ആയിരിക്കും ഇഷ്ടം, ചില കുട്ടികൾക്ക് രാത്രി ആയിരിക്കും, ചില കുട്ടികൾക്ക് ഒച്ചത്തിൽ വായിക്കാനായിരിക്കും ഇഷ്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് എഡിറ്റിംഗിൽ ഒരു സമയമുണ്ടല്ലോ. ഈ സമയമാണ് എനിക്ക് ഏറ്റവും സുഖം എന്ന് തോന്നിയ സമയം ഏതായിരിക്കും? ഏർലി മോർണിംഗ്. അതല്ലേ? ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ ഒരു 3-4 മണിക്കൂർ വർക്ക് ചെയ്യാൻ സാധിക്കും. ഉം, ഉം. ഏറ്റവും നമ്മൾ മെന്റലി ഫ്രീ ആയിരിക്കും. ഒരു ഫോൺ കോളോ ഒന്നും ഉണ്ടാവില്ല. ആ ടൈമാണ് കൂടുതൽ ആ ഉപയോഗിക്കുന്നത്. ടൈമാണ്. ആ ടൈം നമ്മൾ ഒറ്റയ്ക്കാണ്, ഒറ്റയ്ക്കാണ്. നമ്മുടെ സിനിമയായിട്ട് മാത്രമാണ് ഇരിക്കുന്നത് അതെ. അല്ലേ? അതാണ്. അങ്ങനെ എല്ലാവർക്കും ഒരു ടൈം ഉണ്ടാവില്ല. അതാണ് ഞാൻ അങ്ങനെ ഒരു കാര്യങ്ങൾ ചോദിച്ചത്. പിന്നെയൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ വൈകുന്നേരം ഒക്കെ ഒന്ന് ഈ ഉറക്കം തൂങ്ങിയിരുന്ന ജോലി എനിക്ക് ഇഷ്ടമല്ല. പൊതുവെ ഉറക്കം വന്നാൽ പോയി കിടന്ന് ഉറങ്ങും കുറച്ച് നേരം. ഈ പറഞ്ഞ പോലെ ഒരു വർഷത്തിൽ എത്ര സിനിമ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്? ഞാൻ എണ്ണം വളരെ കുറവാണ്. അല്ല, ഒരു വർഷത്തിൽ എത്ര സിനിമകൾ നമുക്ക് എടുക്കാൻ പറ്റും? ഞാൻ ഏതോ ഒരു വർഷം 10 സിനിമ റിലീസായി. പക്ഷെ ആ 10 സിനിമ ആ ഒരു വർഷം കൊണ്ട് ചെയ്തൊന്നുമല്ല. പല വർഷങ്ങളായിട്ട് ചെയ്ത് തീരാതെ കിടന്നതൊക്കെ കൂടെ ഒന്നിച്ച് ഒരുമിച്ചായി റിലീസായതുകൊണ്ട് 10 സിനിമ. ഇല്ലെങ്കിൽ മാക്സിമം ഒരു 3-4 സിനിമയിൽ കൂടുതലൊന്നും ആവറേജ് ചെയ്യുന്നുണ്ടാവില്ല. ചെയ്യില്ല. ഞാൻ ഒന്നാമത് നേരെ ജോലി അറിയാത്തതുകൊണ്ട് തന്നെ തപ്പിപ്പിടിച്ചൊക്കെ ചെയ്തരാൻ സമയം കൂടുതലെടുക്കും. അതാണ് എൻ്റെ പ്രോബ്ലം. എനിക്ക് ഇഷ്ടപ്പെട്ടു. മറുപടികൾ എനിക്ക് ഇഷ്ടമായി. പക്ഷേ ഞാൻ ഇന്ന് തിയേറ്ററിൽ കണ്ടപ്പോൾ ഞാൻ അത്ഭുതമായിരുന്നു. ഞാൻ എല്ലാ സിനിമയ്ക്കും പോകുന്ന ആളാണ്. ഇതുവരെ ഈ ഈ ക്രൗഡിന്റെ കൂടെ ഇങ്ങനെ സിനിമയ്ക്ക് കണ്ടിട്ടില്ല. ഞാൻ സുബൈർക്കാരുടെ അടുത്ത് ചോദിച്ചു, സുബൈറിനോട് ചോദിച്ചത് അതെ, അപ്പൊ എന്നൊന്ന് എനിക്കൊന്ന് കാണണം. അങ്ങനെയാണ് രഞ്ജനേട്ടൻ വന്നത്. പക്ഷെ ഞാൻ ഒരു സിനിമയ്ക്ക് അങ്ങനെ കാണുന്നില്ല. സിനിമ എല്ലാം കാണുന്ന വ്യക്തിയാണ്. ഇങ്ങനെ ക്രൗഡിൽ വരുന്നില്ലല്ലോ. ഒരിക്കലും റിലീസ് ഡേ ഞാൻ പോകാറില്ല. ഞാൻ ആകെ 2-3 സിനിമയ്ക്ക് മാത്രമേ പോയിട്ടുണ്ടുള്ളൂ. ഫസ്റ്റ് ടൈം പോകുന്നത് പാസഞ്ചർ കാണാനുണ്ട്. അന്ന് രഞ്ജിത്ത് ശങ്കർ നിർബന്ധിച്ച് ഇല്ല ചേട്ടാ വാ, എൻ്റെ കൂടെ ആരും ഇല്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് പോയതാണ്. ഈ മമ്മൂക്കാടെ, ലാലേട്ടൻ്റെ, നമ്മൾ മലയാള സിനിമയിൽ എല്ലാവരെയും എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ലാലേട്ടൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ലാലേട്ടൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. 2020 അദ്ദേഹത്തിന് ഇൻട്രൊഡക്ഷൻ സീൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് ഇത്തിരി ഡിസ്പ്രഷർ ഉണ്ടായിരുന്നു. ബട്ട് അത് എൻ്റെ പ്രോബ്ലം അല്ലായിരുന്നു. അതൊരു എൻ്റെ ടെക്നിക്കൽ പ്രോബ്ലം ആയിരുന്നു. ദെൻ സിക്കാർ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം അതുകൊണ്ട് തന്നെ ക്ലൈമാക്സ് എഡിറ്റിൽ വന്ന് കണ്ടു. കാണുന്ന വന്ന് കണ്ടപ്പോൾ പുള്ളി ഹാപ്പി ആയിരുന്നു. അല്ല ഞങ്ങളും ഭയങ്കര സൗഹൃദമായിരുന്നു. ഇപ്പോൾ ഒന്ന് മാത്രമാണ് അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതായത്. നരനൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ലെറ്ററായിട്ടൊക്കെ അതുപോലെ രാവണപ്രഭു എത്ര സിനിമകളാണ് ചെയ്തിരിക്കുന്നത് ആ ഒരു സമയത്ത് ലാലേട്ടനോടൊക്കെ ഒപ്പം അല്ലെ? ഏറ്റവും കൂടുതൽ എഡിറ്റ് ചെയ്തിരിക്കുന്നത് ആരുടെ സിനിമയായിരിക്കും ഒരു ആർട്ടിസ്റ്റ് വൈസ് നോക്കുമ്പോൾ? ദിലീപ് ആയിരിക്കില്ലേ തോന്നുന്നു. അതെ. ദിലീപ് പിന്നെ പൃഥ്വിരാജ്. ആ രീതിക്ക് ഈ നായികമാര് ഈ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വിളിച്ചവരായിരിക്കും ഉള്ളത്? അത് ചിലരുണ്ട്.
ഇപ്പൊ വിനോദൊക്കെ ആ കാര്യത്തില് വിനോദ് ഷൊർണൂരൊക്കെ പലരോടും പറയും നിങ്ങള് പുള്ളിയെ വിളിച്ചൊരു താങ്ക്സ് പറയേണ്ടത് മസ്റ്റാണ് കേട്ടോ എന്നൊക്കെ പറയും. വിനോദ് പറയും അല്ലേ? ചിലരങ്ങനെ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ ഓർത്തെടുക്കാൻ പറ്റിയത് ഓർത്തെടുക്കാൻ പറ്റിയെന്ന് പറഞ്ഞാ എന്താ പറയാ, നീലത്താമര കഴിഞ്ഞ അർച്ചനൊക്കെ വിളിച്ചിരുന്നു. Then വടക്കൻ സെൽഫി കഴിഞ്ഞ ബിപിൻ സാറിന്റെ മോളായിരുന്നല്ലോ നായിക. അതെ 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 അങ്ങനെ ഒരു 3-4 പേര്. അത്രേ ഉള്ളൂ. പിന്നെ ഇപ്പൊ വിൻസി ഓഫ് കോഴ്സ് വിൻസി ഇപ്പൊ ഞാൻ ഒരു ഹിന്ദി സിനിമ ചെയ്യുന്നുണ്ട് ആക്ച്വലി. അതില് വിൻസിയാണ് നായിക. അപ്പൊ അതിപ്പോ റിലീസിന് ഓൾമോസ്റ്റ് പടം ഫൈനലായി തീർന്നു. മിക്കവാറും 2 മാസത്തിനുള്ളിൽ റിലീസ് ആവും എന്ന് വിചാരിക്കുന്നു. അങ്ങനെയുള്ള പരിപാടികളാണ് ഞാൻ. വിൻസി വിളിച്ചിട്ടുണ്ട്. വിൻസി സ്റ്റേറ്റ് അവാർഡും കിട്ടിയ സന്തോഷത്തിലാണല്ലോ. ആ പടവും നല്ല ദ ഫേസ് ഓഫ് ദ ഫേസ്ലെസ്. അത് സിസ്റ്റർ റാണി മേരിയ എന്ന് പറഞ്ഞൊരു മലയാളി സിസ്റ്റർ ഇൻഡോറിൽ കൊല്ലപ്പെട്ട സിസ്റ്ററാണ്. ആ സിസ്റ്ററുടെ ബയോപിക്കാണ്. അപ്പം കുറേ 6-7 വർഷം മുമ്പ് തൊട്ട് ഞങ്ങൾ അതിനുള്ള. അപ്പോൾ അതിൻ്റെ ഡയറക്ടർ ഷൈസൻ പി ഔസഫ് എന്ന് പറയും, ബോംബെ സെൻറ്റ് സേവിയർസ് കോളേജിലെ മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് HOD ആണ്. അപ്പോൾ അദ്ദേഹം മലയാളത്തിലൊരു സിനിമ ഞാൻ മുമ്പ് വന്നു, ഒരു 6-7 വർഷം മുമ്പ് വന്നു. ഒരു സിനിമ പൂജ കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ നിന്ന് പോയി. പിന്നെ അങ്ങനെ സിനിമയുടെ ആഗ്രഹമായിട്ട് കിടന്നു. അപ്പോൾ പല കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ പിന്നെ ഈ ഒരു കഥ ചർച്ച ചെയ്ത് ഒന്ന് പ്ലാൻ ചെയ്ത് പിന്നെ അത് വീണ്ടും നിന്ന് പോയി. ഒരു പ്രൊഡ്യൂസറെ കിട്ടാതെയും പിന്നെ അതിനിടയ്ക്ക് കോവിഡ് വന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ സ്ക്രിപ്റ്റൊക്കെ ഫൈനലൈസ് കഴിഞ്ഞ് പിന്നെ ഒരു പറ്റിയ ആർട്ടിസ്റ്റിന് വേണ്ടിയുള്ള തേടലായിരുന്നു. കറക്റ്റായിട്ട് ആ സിനിമ പലരെയും നോക്കുക. അപ്പോൾ എനിക്കൊരു മനസ്സിൽ ഏകദേശം മാച്ചാവുന്ന ഒരു ഫേസ് കട്ട് വേണമെന്നുണ്ടായിരുന്നു. ഒന്നും ഒന്ന് ഹിന്ദി അറിയാം, പക്ഷെ വിൻസിക്ക് ഹിന്ദി അറിയില്ല. ഞാൻ സോളവൻ്റെ തനിച്ച് എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് വിൻസിയെ കണ്ടത്. അപ്പം നല്ല പെർഫോമൻസ് ഉള്ളു. അപ്പോൾ കറക്റ്റ് ആയിരിക്കുമല്ലോ തന്നെ. അപ്പം ഞാൻ ലാലിൻ്റെ അടുക്കെ ചോദിച്ചു, ലാലു വിൻസി ഇവിടെ നന്നായിരിക്കും മേടിക്കേണ്ടത്, എന്തായാലും ഒരു കാസ്റ്റ് ചെയ്താൽ പറഞ്ഞു. അങ്ങനെ വിൻസിനെ കാസ്റ്റ് ചെയ്ത് അത് തെറ്റുന്നില്ല. സംസ്ഥാന അവാർഡുകൾ ലഭിച്ച സംസ്ഥാന അവാർഡ് കിട്ടി. ഇപ്പം ആ പടം റിലീസായില്ലെങ്കിൽ പോലും ഇപ്പോൾ ഒരുപാട് ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽസിൽ 3-4 സ്ഥലത്ത് അവാർഡ് കിട്ടി കാണിച്ചു. ഇപ്പം ആ പടം അതുപോലെ യൂറോപ്പിലെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് കണ്ടിരുന്നു. അവരെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അവർ ഫ്രഞ്ചിലും സ്പാനിഷിലും ഡബ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ ഇപ്പം മലയാളവും ഹിന്ദിയും റെഡി ആയിട്ടുണ്ട്. റിലീസ് ഉണ്ടാവും. ഞങ്ങളുടെ ആഗ്രഹം സെപ്റ്റംബറിൽ ചെയ്യണമെന്നാണ്. ഇപ്പൊ ഏതൊക്കെ ഭാഷയിൽ എഡിറ്റിംഗ് നടത്തിയിട്ടുണ്ട്? അത് മാത്രമേ അന്യഭാഷ ചെയ്തുള്ളൂ, ബാക്കിയെല്ലാം മലയാളം മാത്രമേ ഉള്ളൂ. അന്യഭാഷ അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. വേറെ ചെയ്യണതൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ ആരും ചാൻസ് ഏതൊക്കെ ഭാഷയാണ് ചെയ്യാത്ത ഏതാ ഉള്ളതെന്ന് പറയാം? ഇല്ല, വേറെ ഭാഷയൊന്നും കിട്ടിയിട്ടില്ല. കാര്യം ഒരു തമിഴ് പടമോ ഹിന്ദി പടമൊക്കെ ചെയ്യണമെന്നുണ്ട്. ചെയ്തു, അതിപ്പോൾ ചെയ്തു. പക്ഷെ അത് നമ്മളൊരു ഒരു വലിയൊരു മൾട്ടിസ്റ്റാർ പടം മാതിരി കണക്കാക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ തമിഴ് സിനിമകൾ ഇപ്പോൾ കാണുന്നുണ്ടല്ലോ. തമിഴ് സിനിമകൾക്ക് വലിയ വലിയ സിനിമകളൊന്നും കേരളത്തിൽ നിന്ന് ഹിറ്റ് അടിച്ചിട്ട് പോകുന്ന അല്ലെ, മാസ് സിനിമകൾ എന്നാ പറയുന്നത്. മലയാളത്തിൽ അത്തരം സിനിമകൾ മാസ് സിനിമകൾ ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പഴയ കാലങ്ങൾ എടുത്ത് നോക്കിയാലും മാസ് സിനിമകൾ. തമിഴ് സിനിമയ്ക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രിയമേറുന്നത്, മാസ് സിനിമയ്ക്ക്. അങ്ങനെ മലയാള സിനിമ ഈ പാൻ ഇന്ത്യൻ സിനിമകൾ പോലെ വലിയ മാസ് സിനിമകൾ വരണമെന്ന് ആഗ്രഹമില്ലേ? തീർച്ചയായിട്ടും വരാൻ സാധ്യതയുണ്ട്. നമ്മൾ ആ രീതിയിൽ സബ്ജക്റ്റ് പ്ലാൻ ചെയ്യണം, അതാണ് വേണ്ടത്. ഇപ്പൊ മിന്നൽ മുരളി എല്ലാ ലാംഗ്വേജിലും ഓടിയില്ലേ? അതെ അതെ, എല്ലാ ലാംഗ്വേജിലും ഓടി സിനിമയാണ്. മാസ് സിനിമകൾ ഈ മലയാളത്തിലും മാസ് സിനിമ ഓടും. ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിന് അത് ഇഷ്ടമാണ്. അതെ, പക്ഷെ നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ ആ രീതിയിൽ ആയിരിക്കണം. അതിനകത്ത് പിന്നെ വേറെ എമോഷൻസ് ഒന്നും കൊണ്ടുവരാൻ പാടില്ല. ഫുൾ എന്റർടൈൻമെന്റ്. ഇപ്പൊ കുറുക്കൻ തന്നെ എന്ത് കണ്ടില്ലേ? നമുക്ക് കണ്ടിരിക്കാൻ പറ്റിയ സിനിമയാണല്ലോ. നമ്മൾ വേറെ ഒന്നും ചിന്തിച്ചില്ല. പ്രേക്ഷകൻ തിയേറ്ററിൽ സെക്കൻഡ് ഒരു സ്ക്രീനിൽ കണ്ണെടുക്കരുത്, അവൻ അതിൽ ഇൻവോൾവ് ആയിരിക്കണം. ഇറങ്ങി കഴിഞ്ഞിട്ട് എന്ത് വേണേലും പറഞ്ഞിട്ട് കുഴപ്പമില്ല. അതെ 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 അതെ. ഈ കുറുക്കൻ എത്ര ദിവസം കൊണ്ടാണ് എഡിറ്റിംഗ്, എത്ര മാസം കൊണ്ട് എഡിറ്റിംഗ് തീർത്ത്? 2-3 മാസം എടുത്തതാണ്. 3 മാസം അല്ലേ? ഈ കുറുക്കനിലേക്ക് വരുന്നത് സുബൈറുമായിട്ടുള്ള സൗഹൃദം തന്നെയാണ്. നിങ്ങളുടെ ഒരു സൗഹൃദം വലുതാണ്. സുബൈറും നിങ്ങളുമായിട്ടുള്ള സൗഹൃദം വലിയ സൗഹൃദമാണല്ലേ? നിങ്ങൾ സുബൈറിന്റെ എല്ലാ പടം എഡിറ്റ് ചെയ്തേക്കണം? ഇല്ലില്ല, ഇടക്കാലത്ത് സുബൈർ എന്നെ ഡൈവേഴ്സ് ചെയ്തിട്ട് പോയായിരുന്നു. എന്നെ തിരിച്ചിപ്പോഴാണ് ഏത് സിനിമയ്ക്കാണ് ഡൈവേഴ്സ് ചെയ്തത്? അത് ആകാശമുട്ടായി കഴിഞ്ഞിട്ട്. ആകാശമുട്ടായി കഴിഞ്ഞിട്ട്? ആകാശമുട്ടായിക്ക് ആകാശമുട്ടായി അത് ചെയ്യുന്ന പടം. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ പുള്ളി
മറ്റേ കാശ്മീരോ അങ്ങനെ ഏതൊക്കെ 3-4 പടം ചെയ്തല്ലോ. അതെ 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 അതിലൊന്നും കൂട്ടിയില്ല. എന്നെയൊന്നും കൂട്ടിയില്ല. അപ്പൊ അന്ന് അത് ഞങ്ങള് പിണക്കത്തിലായിരുന്നു. അത് വീണ്ടും ഈ പടത്തിലേക്കാ കൂട്ടിയെ. ഞങ്ങൾ അതെ അല്ലെ ഹിറ്റടിച്ച പടം നിങ്ങളാണല്ലോ ചെയ്തേക്കണത്. കഴിഞ്ഞിപ്പോഴാണ് അല്ലെ കൂടി. ഹിറ്റടിച്ച പടങ്ങൾ നിങ്ങളാണല്ലോ ചെയ്തിരിക്കുന്നത്. അതെന്തോ അറിയാം. ഹിറ്റടിച്ച പടത്തെ രഞ്ജിത്ത് തന്നെയാണ് ചെയ്തേക്കുന്നത്, നമുക്കറിയാം. ഇപ്പൊ സുബീറുമായിട്ട് കൂടി ഈ കുറുക്കൻ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന്റെ എഡിറ്റിങ്ങും കാര്യങ്ങളും നമുക്ക് സിനിമ മൊത്തത്തിൽ ഗംഭീര സിനിമയായിട്ട് തന്നെ പറയാം. പ്രേക്ഷകർക്ക് പോയിരുന്നാൽ ടിക്കറ്റ് എടുത്താൽ ആ ടിക്കറ്റിന്റെ പൈസ മുതലാക്കി ഇറങ്ങി വരാം. അത്തരം സിനിമകൾ വളരെ ചുരുക്കമാണ് ഇപ്പോൾ മലയാള സിനിമയിൽ വരുന്നത്. അതിൽ സിനിമയ്ക്ക് നല്ല കഥകളില്ലാത്തതാണ് സിനിമയുടെ പരാജയമെന്ന് ഞാനൊരു പ്രേക്ഷകൻ പറഞ്ഞാൽ സിനിമാ പ്രവർത്തനായ എഡിറ്റർ എന്ത് പറയും? കഥകളൊക്കെ ഇഷ്ടംപോലെ നല്ല പുതിയ കഥകൾ വരുന്നുണ്ട്. കാരണം ഞാൻ തന്നെ ഇഷ്ടംപോലെ പുതിയ കഥാകൃത്തുക്കളുടെ കഥകൾ കേൾക്കാറുണ്ട്. പക്ഷെ നമ്മളത് വേണ്ട രീതിയിൽ കറക്റ്റായിട്ട് ഉപയോഗിക്കുന്നില്ല, അവരെ എൻകറേജ് ചെയ്യുന്നില്ല. അതാണ് എനിക്ക് തോന്നിയ പ്രോബ്ലം പലപ്പോഴും. പലരും കോംപ്രമൈസ് ഏതെങ്കിലും ഒരു കഥ കിട്ടി ഓക്കെ ഇതും പോലെ ചിന്തിക്കുന്നു. നമ്മളെ കഥയെ കറക്റ്റായിട്ട് മോഡിഫൈ ചെയ്ത് ഞാൻ പറയാം സ്ക്രിപ്റ്റൊക്കെ നേരത്തെ എഡിറ്ററായിട്ട് ഡിസ്കസ് ചെയ്ത് തെറ്റൊന്നുമില്ല. എനിക്ക് ഒന്നാമത് സ്ക്രിപ്റ്റ് നേരത്തെ വായിക്കാൻ ഇഷ്ടമാണ്. ഞാൻ ചെറുപ്പം തൊട്ട് ഒരുപാട് വായിക്കുന്ന ആളാണ്. ഇപ്പോഴും വായന എനിക്ക് ഭയങ്കര ഹരമാണ്. അപ്പം നമ്മുടെ ഇൻട്രസ്റ്റിംഗ് ഉള്ള സെൻസ് ഇപ്പൊ രാജമാണിക്യം ചെയ്യുമ്പോൾ അത് ശരിക്കും പറഞ്ഞ ഒരു മാസ് എന്റർടൈനർ മൂവിയല്ലേ രാജമാണിക്യം. അപ്പൊ നമ്മളതിനകത്ത് വേറെ ഒന്നും നോക്കുന്നില്ല. അതിന്റെ കഥ കേട്ടിരുന്നോ? കഥ കേട്ടില്ലായിരുന്നു. ഇല്ലായിരുന്നു അല്ലേ? രാജമാണിക്യം വേറെ ലെവൽ സിനിമയാണല്ലോ. മാസ് എന്ന് തന്നെ പറയാം സിനിമ. പിന്നെ ഒരു മാസ് സിനിമ തന്നെയാണ്, ഒരു മാറ്റമില്ല. ആ രീതിക്കുള്ള വരവും ഒക്കെയാണ് രാജമാണിക്യത്തിൽ മമ്മൂക്ക വരുന്നതും ആ കോളേജിലെ സീനുകൾക്ക് ഓർക്കുമ്പോൾ നമുക്ക് അത് മാസ് തന്നെയാണ്. ഈ മ്യൂസിക് വലിയ പ്രാധാന്യമാണ് ഇപ്പൊ അല്ലെ? ബാക്ക്ഗ്രൗണ്ട് സ്കോർ വലിയ പ്രാധാന്യം. നമ്മുടെ എഡിറ്റിങ്ങിനൊപ്പം തന്നെയല്ലേ ഈ മ്യൂസിക്കുകൾ വരുന്നത് ഇപ്പം. അതിന്റെ ഒരു അപ്പ് ആൻഡ് ഡൗൺ മ്യൂസിക്കിന്റെ അല്ലേ? അതെ. അപ്പൊ ഈ എഡിറ്റിങ്ങിന് ശേഷമാണോ ഈ RRലേക്ക് പോകുന്നത്? RRന് ശേഷമാണ് എഡിറ്റിങ്ങിലേക്ക് വരുന്നത്? എഡിറ്റിങ്ങിന് ശേഷമാണ് RRലേക്ക് പോകുന്നത്. പക്ഷെ ഞാൻ എൻ്റെ മനസ്സിൽ എപ്പോഴും എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു മ്യൂസിക് പറഞ്ഞത് ഓരോ പടത്തിനും ഓരോ താളം ഉണ്ടാവും. മ്യൂസിക്കിനെ കുറിച്ചും ഞാൻ മനസ്സിലൊരു ധാരണയുണ്ടാവും, ഇന്ന മാതിരി മ്യൂസിക് വന്നാൽ നന്നായിരിക്കും. അതുപോലെ ഒത്തിരി സ്പേസ് ഞാൻ മ്യൂസിക്കിന് വേണ്ടിയിട്ട് എപ്പോഴും വെക്കാറുണ്ട് സീനുകളിലെല്ലാം. അല്ലാതെ ഭയങ്കര ഷാർപ്പായിട്ട് കട്ട് ചെയ്ത് പോകാറേ ഇല്ല. ഇപ്പൊ കുറുക്കനിൽ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, മിക്കവാറും എല്ലാ സീനിലും മ്യൂസിക്കിന് സ്പേസ് ഇഷ്ടം വരെ ഉണ്ട്. അത് അപ്പൊ നമുക്ക് മ്യൂസിക് ഡയറക്ടേഴ്സിന് അവരുടെ വർക്കും ചെയ്യാനും പറ്റും. അത് കൊണ്ടാക്കുന്ന ഫീലും വലുതായിരിക്കും. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും വേറെ റെഫറൻസ് ട്രാക്കിട്ട് ഒരിക്കലും എഡിറ്റ് ചെയ്യാറില്ല. പക്ഷെ നമ്മുടെ ആ ഒരു സബ്ജക്റ്റിന്റെ താളം പിന്നെ പാട്ടൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് അതിന്റെ ഒരു ട്യൂൺ നമ്മുടെ മനസ്സിലുണ്ടാവും. ഇപ്പൊ ഹൃദയം തന്നെ ഡബ്ബിങ് നടക്കുന്ന സമയത്ത് അപ്പൊ ഹിഷാമിനോട് കുറെ സീൻസിന്റെ ഹിഷാം മ്യൂസിക് ചെയ്തിട്ടുണ്ടായിരുന്നു വിനീത് പറഞ്ഞിട്ട്. അപ്പൊ ഡബ്ബിങ് തിയേറ്ററിൽ മ്യൂസിക് പ്ലേ ചെയ്ത് മ്യൂസിക് കൊണ്ടുവന്ന് അവര് പിക്ചറിൽ പ്ലേസ് ചെയ്തിട്ട് പ്ലേ ചെയ്തു. അപ്പൊ വിനീത് പറഞ്ഞു ഇപ്പൊ നോക്കിയാൽ നിങ്ങൾക്ക് ഒരു മാജിക് കാണാൻ കേട്ടോ എന്ന് പറഞ്ഞു അത്രേ. എന്നിട്ട് ഇവരെ മ്യൂസിക് പ്ലേ ചെയ്ത് കണ്ടു കഴിയുമ്പം എഡിറ്റും മ്യൂസിക്കും പെർഫെക്റ്റ് സിംഗിൾ കറക്റ്റ് സ്ഥലത്ത് നിന്നിരുന്നു. വിനീത് അത് ഏതൊക്കെ ഇന്റർവ്യൂസിൽ പറയുക ചെയ്തിരുന്നു. ശരിക്കും തട്ടത്തിമറയത്ത് തൊട്ട് എല്ലാ പടത്തിലും തന്നെ ഞങ്ങള് അനുഭവിക്കുന്ന ഒരു കാര്യമാണത്. അതാണ് ഞാൻ ചോദിച്ചത്, എഡിറ്റിങ്ങും ഈ മ്യൂസിക്കുമായിട്ട് ഭയങ്കര കണക്ഷൻ. തീർച്ചയായിട്ടും. കാരണം കറക്റ്റായിട്ട് ഒരു മ്യൂസിക് വന്നില്ലെങ്കിൽ മിക്കവാറും പല സീനുകളും ലിഫ്റ്റ് ആവാതെ പോകും. അതെ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. അതാണ് ഞാൻ ആ ഒരു ചോദ്യത്തിലേക്ക് പോയത്. എന്തായാലും ഇനിയും ഒത്തിരി സിനിമകൾ ചെയ്യണം. താങ്ക് യു സോ മച്ച്. എനിക്ക് വളരെ 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 ഇഷ്ടപ്പെട്ട ആളാണ് താങ്കൾ. താങ്കളെ ഒരു നേരിട്ട് കാണാൻ തന്നെ തീർച്ചയായിട്ടും ഇത്രയും സിനിമകൾ നമുക്ക് പ്രേക്ഷകർക്ക് തന്ന ഒരു വ്യക്തിയാണ്. ആ എഡിറ്റിംഗ് ടേബിളിൽ നിന്നും നമ്മുടെ സ്റ്റുഡിയോയിലെത്തി നമ്മുടെ ഇത്രയും സമയം ചെലവഴിച്ചില്ലേ. അപ്പൊ നമുക്ക് ആഗ്രഹിച്ച ഒരു വ്യക്തിയുടെ കൂടെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. നമ്മളെ തേടി ഒത്തിരി പേര് ഇന്റർവ്യൂ വരുമ്പോൾ നമ്മൾ തേടി പോകണമല്ലോ. അങ്ങനെയാണ് ഇന്ന് ഞാൻ തിയേറ്ററിൽ വെച്ച് കാണുകയും സുബീറിൻ്റെ അടുത്ത് പറയുകയും ചെയ്തത്. ഇനി ഒത്തിരി സിനിമകൾ വേണം, നമുക്ക് ഒത്തിരി കഥകൾ പറയാനുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരുമാതിരിപ്പെട്ട കഥകളൊക്കെ നമ്മൾ ചോദിച്ചു മനസ്സിലാക്കിയെന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും. ഇങ്ങനെ ഇത്രയും മനസ്സ് തുറന്നിട്ടുണ്ടോ? നമുക്ക് ചില കാര്യങ്ങൾ ചില മേഖലയിലൂടെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ ഈ മറ്റേ CID മൂസയുടെ സെക്കൻഡ് പാർട്ട് ഉണ്ടാകട്ടെ, ഒന്നിങ്ങനെ ടെൻഷൻ അടിച്ച് എഡിറ്റ് ചെയ്യാൻ ടേബിൾ ഉണ്ടാകട്ടെ എന്നാണ് ടെൻഷന്റെ കാര്യത്തിൽ എനിക്ക് എല്ലാ സിനിമയും ടെൻഷൻ തന്നെയാണ്.
സി.ഐ.ഡി. മൂസയുടെ കഥ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കഥയാണ്. അയ്യോ അത് പറഞ്ഞാലും തീരില്ല. 2 സോങ് സെൻസറിനില്ലായിരുന്നു. 3-ാം തീയതിയാണ് സെൻസറിങ്. ആ, അപ്പം ഞാൻ പറയും ദിലീപ് തന്നെ സെൻസറിന് പോകണമെന്ന് പറയും. ദിലീപ് സെൻസർ പോയി. പിന്നെ 3-ാം തീയതി വൈകുന്നേരത്തെ ഫ്ലൈറ്റാണ് 2 സോങ് എഡിറ്റ് ചെയ്ത് കൊടുത്തു വിടുന്നത്. അത് തനിയെ സെൻസർ ചെയ്ത് ഞാൻ ജോയിൻ ചെയ്ത് 4-ാം തീയതി തിരുവനന്തപുരത്ത് ഒരു ഷോ പടം റിലീസ് ചെയ്ത്. ഹോ, എന്താണല്ലേ. എത്ര ശിഷ്യന്മാരുണ്ട്? അത് ഓരോ കാലഘട്ടത്തിലേക്ക് 1-2 പേര് വന്ന് പോയിക്കൊണ്ടേയിരിക്കും. എങ്കിലും എത്ര പേര് നമ്മുടെ 2 പേര് 3 പേരൊക്കെ ഉണ്ടാവുള്ളൂ. അതിൽ കൂടുതലൊന്നും സ്ഥിരം? ഉണ്ടാവില്ല സ്ഥിരം. അല്ല